ക്ലൈമറ്റ് നറേറ്റീവ്സ് DSE പേപ്പർ സെം 2 ഫസ്റ്റ് മൊഡ്യൂളിലെ തിയറി പോർഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ക്ലൈമറ്റ് ഫിക്ഷൻ എന്ന് പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ച് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ ക്രൈസിസ് എങ്ങനെ നമ്മുടെ ലിറ്ററേച്ചറിനകത്ത് അല്ലെങ്കിൽ സ്റ്റോറി ടെല്ലിംഗ് എന്നുള്ള ആ ഒരു നറേഷനകത്ത് എങ്ങനെ സെൻട്രൽ തീമായിട്ട് വരുന്നു. അതായത് ക്ലൈമറ്റിനെ കുറിച്ചും ക്ലൈമറ്റിലുണ്ടാകുന്ന ചേഞ്ചസിനെ കുറിച്ചും എൻവയോൺമെൻറ്റ് ഫേസ് ചെയ്യുന്ന ക്രൈസിസിനെ കുറിച്ചുമൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ലിറ്ററേച്ചറിൽ അല്ലെങ്കിൽ ഫിക്ഷനിൽ വരുന്നത്. അതാണ് ക്ലൈമറ്റ് നറേറ്റീവ് അല്ലെങ്കിൽ ക്ലൈമറ്റ് ഫിക്ഷൻ എന്ന് പറയുന്നത്. സോ ഈ ക്ലൈമറ്റ് ഫിക്ഷൻ എന്നുള്ള ടേം ഇറ്റ് വാസ് പോപ്പുലറൈസ്ഡ് ബൈ ഒരു അമേരിക്കൻ ജേർണലിസ്റ്റ് ആൻഡ് ആക്ടിവിസ്റ്റ് ആയിരുന്ന ഡാൻ ബ്ലൂം ഏർലി 2000s യൂസ് ചെയ്തൊരു വാക്കാണ്. അപ്പം ക്ലൈമറ്റ് ഫിക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഫിക്ഷണൽ നറേറ്റീവ്സ് ആണ് ക്ലൈമറ്റ് ചേഞ്ചിനെ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ സയൻസ് ഫിക്ഷൻ്റെ ഒരു സബ് ജോണറായിട്ട് വരും എന്തെന്ന് പറയുന്നത് ക്ലൈമറ്റ് ഫിക്ഷൻ. ആൻഡ് ക്ലൈമറ്റ് ഫിക്ഷൻ എന്തിനെക്കുറിച്ചാണ് എക്സ്പ്ലോർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ചും എൻവയോൺമെൻറ്റ് എങ്ങനെയാണ് ഡിസ്ട്രോയിഡ് ആവുന്നത്, എസ്പെഷ്യലി ബിക്കോസ് ഓഫ് ദി ആക്ടിവിറ്റീസ് ഓഫ് ഹ്യൂമൻ ബീങ്സ്. അതാണ് ക്ലൈമറ്റ് ഫിക്ഷൻ എക്സ്പ്ലോർ ചെയ്യുന്ന രണ്ട് കാര്യങ്ങളെന്ന് പറയുന്നത്. ഹ്യൂമൻ ഇമ്പാക്റ്റ് ഓഫ് ഗ്ലോബൽ വാർമിങ്ങും എൻവയോൺമെൻറ്റൽ ഡിസ്ട്രക്ഷനും. So both present condition of the environmentum future condition of the climate അല്ലെങ്കിൽ ക്ലൈമറ്റ് റിയാലിറ്റി ഇത് രണ്ടുമാണ് എക്സാമിൻ ചെയ്യുന്നത് ക്ലൈമറ്റ് ഫിക്ഷനിൽ. അതിനകത്ത് സയൻസും കാണും പ്ലസ് ഇമാജിനേഷൻ അല്ലെങ്കിൽ ഫിക്ഷണൽ എലമെൻസും കാണും. അങ്ങനെയാണ് കഥ പറഞ്ഞു പോകുന്ന രീതി. സോ അതാണ് ക്ലൈമറ്റ് ഫിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് എൻവയോൺമെൻറ്റിൻ്റെ വാല്യൂസ്, നമ്മൾ പാലിക്കേണ്ട വാല്യൂസ് അല്ലെങ്കിൽ എത്തിക്സ് എന്താണെന്നും എൻവയോൺമെൻറ്റിനെ നമുക്ക് എങ്ങനെ സസ്റ്റൈനബിൾ ആയിട്ട് അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവായിട്ട് ഫോർ ദ ഫ്യൂച്ചർ ജനറേഷൻ എങ്ങനെ നമുക്ക് പ്രിസർവ് ചെയ്യാം എന്നുള്ളതും ഒക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പം ക്ലൈമറ്റ് ഫിക്ഷൻ എന്ന് പറയുന്നത് റിയലിസ്റ്റിക്കലായിട്ടുള്ള രീതിയിൽ നമുക്ക് എഴുതാം, അല്ലെങ്കിൽ ഒരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു വേൾഡിൽ ഫ്യൂച്ചറിൽ ഹാപ്പൻ ചെയ്യുന്നത് പോലെയൊക്കെ നമുക്ക് എഴുതാം അല്ലെങ്കിൽ വായിക്കാം. സോ ഹ്യൂമൻ ബീയിങ്സും നേച്ചറും തമ്മിലുള്ള ഇൻ്റർ കണക്റ്റഡ്നെസ് ഇതൊക്കെയാണ് നോവലിൻ്റെയും ഷോർട്ട് സ്റ്റോറീസിൻ്റെയും ഫിലിംസിൻ്റെയും അല്ലെങ്കിൽ എന്താ പറയുക ഗ്രാഫിക് നോവൽസിൻ്റെയും രൂപത്തിൽ ക്ലൈമറ്റ് ഫിക്ഷൻ ഇറങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ക്ലൈമറ്റിനെ കുറിച്ചുള്ളൊരു ആക്ഷൻ അല്ലെങ്കിൽ അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക, ഒരു തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ട് എഴുതുക, അതാണ് ക്ലൈമറ്റ് ഫിക്ഷൻ്റെ ഒരു എയിം എന്ന് പറയുന്നത്. ക്ലൈമറ്റ് ചേഞ്ചിനെ ബോത്ത് ഇമോഷണലി സോഷ്യലി നമ്മൾ മനസ്സിലാക്കി എടുക്കുക, അതാണ് ഇതിൻ്റെ എയിം എന്ന് പറയുന്നത്. ഇനി ഹിസ്റ്ററി ഓഫ് ക്ലൈമറ്റ് ഫിക്ഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇങ്ങനെയുള്ള എൻവയോൺമെൻറ്റൽ തീംസ് ഒരു 19th സെഞ്ച്വറി ലിറ്ററേച്ചറിലായിരുന്നു അപ്പിയർ ചെയ്തിരുന്നത്. അതായത് ഇൻഡസ്ട്രിയലൈസേഷൻ വന്നതിന് ശേഷം എന്താ പറയുക, റൈറ്റേഴ്സ് ഈ നമ്മുടെ എൻവയോൺമെൻറ്റിൽ ഇതിൻ്റെ അതായത് ഇൻഡസ്ട്രീസ് എല്ലാം വന്നു. അപ്പോൾ എന്ത് ചെയ്യും, ആളുകൾ എന്താ പറയുക വില്ലേജ് ഏരിയാസിൽ നിന്ന് അർബൻ ഏരിയാസിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. അർബൻ സ്ലം ഏരിയാസ് ഫോം ചെയ്യുന്നു. പിന്നെന്താണ്, പൊല്യൂഷൻ ഉണ്ടാവുന്നു. ഇൻഡസ്ട്രീസിൻ്റെ കമ്പനീസിൽ നിന്ന് വരുന്ന പൊല്യൂഷൻ വരുന്നുണ്ട്. അതുവഴി ഉണ്ടാകുന്ന ആ ഒരു ഹ്യൂമൻ പോപ്പുലേഷൻ്റെ ഇൻക്രീസ് ഇതൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് അല്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെ നമ്മുടെ എൻവയോൺമെൻറ്റിനെ അല്ലെങ്കിൽ എക്കോളജിയെ അല്ലെങ്കിൽ ക്ലൈമറ്റിനെ എന്താണ് നെഗറ്റീവായിട്ട് ബാധിക്കുന്നു എന്നുള്ളത് നമ്മുടെ റൈറ്റേഴ്സ് ഇമാജിൻ ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് അവരെന്ത് ചെയ്യാൻ തുടങ്ങി, 20th സെഞ്ച്വറിയൊക്കെ ആയപ്പോഴത്തേക്കും സയൻസ് ഫിക്ഷൻ്റെ രൂപത്തിൽ ഈ എൻവയോൺമെൻറ്റൽ ഡിസാസ്റ്റേഴ്സിനെ അഡ്രസ്സ് ചെയ്ത് എഴുതാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ക്ലൈമറ്റിൻ്റെ ഒരു എന്താ പറയുക കറ്റാസ്ട്രഫിയെക്കുറിച്ച് എഴുതിയിരുന്ന ഒരു റൈറ്ററാണ് JG ബെല്ലാർഡ് എന്ന് പറയുന്നത്, BALLARD. അദ്ദേഹത്തിൻ്റെ വർക്ക് എന്ന് പറയുന്നത് ദ ഡ്രൗൺഡ് വേൾഡ്. എൻവയോൺമെൻറ്റൽ മൂവ്മെൻ്റ് ഒക്കെ 1960s 70s ഒക്കെ ആയപ്പോഴത്തേക്ക് വന്നു. അത് നമ്മുടെ ഈ എന്താ പറയുക ക്ലൈമറ്റ് ഫിക്ഷനെ എന്ത് ചെയ്തു, ഇൻസ്പയർ ചെയ്തു അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്തു. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർക്ക് എന്ന് പറയുന്നത് റേച്ചൽ കാർസൻ്റെ സൈലൻറ്റ് സ്പ്രിംഗ് എന്നുള്ളൊരു വർക്കാണ്. അതിനകത്ത് എക്കോളജിക്കൽ അവെയർനെസ്സിനെ കുറിച്ചും നമ്മുടെ എന്താ പറയുക ഹ്യൂമൻ ബീയിങ്സ് കാരണം എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ഇൻ ദ കമ്മിങ് ഫ്യൂച്ചർ അല്ലെങ്കിൽ നിയർ ഫ്യൂച്ചറിൽ ചിലപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് പരിചിതമായിട്ടുള്ള ആനിമൽസ്, ബേർഡ്സ് പോലെയുള്ള കാര്യങ്ങൾ, ഇൻസെക്ട്സ് പോലും നമുക്ക് ചുറ്റിനും കാണില്ല എന്നുള്ള കാര്യത്തിനെ കുറിച്ചൊക്കെ ഒരു കൈൻഡ് ഓഫ് പ്രഡിക്ഷൻ പോലാണ് അവരിതിനകത്ത് എഴുതുന്നത്. ആൻഡ് 1980s 1990s ഒക്കെ ആയപ്പോൾ ഗ്ലോബൽ വാർമിംഗ് ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിട്ടും ഒരു കൈൻഡ് ഓഫ് സോഷ്യൽ ഇഷ്യൂ ആയിട്ടും മാറാൻ തുടങ്ങി. ഓതേഴ്സ് എന്ത് ചെയ്യാൻ തുടങ്ങി, ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് ഡയറക്റ്റായിട്ട് എഴുതാൻ തുടങ്ങി. അങ്ങനെ എഴുതിയിട്ടുള്ള 2 റൈറ്റേഴ്സാണ് മാർഗ്രറ്റ് ആറ്റ്വുഡ്, അവരൊരു കനേഡിയൻ റൈറ്ററാണ്. അവരുടെ വർക്ക്സിനകത്ത് ക്ലൈമറ്റ് തീംസ് ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ കിം സ്റ്റാൻലി റോബിൻസൺ, അദ്ദേഹവും എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസിനെ കുറിച്ചൊക്കെ അദ്ദേഹത്തിൻ്റെ വർക്കിനകത്ത് എഴുതിയിട്ടുണ്ട്. 2010 മീഡിയയിൽ ക്ലൈമറ്റ് ഫിക്ഷൻ എന്നുള്ള ടേം റെക്കഗ്നൈസ് ചെയ്ത് വരുന്നത്.
അതായത് ക്ലൈമറ്റ് ഡിസാസ്റ്റേഴ്സ് ആയിട്ടുള്ള ഹെറിക്കെയിൻസ്, വൈൽഡ് ഫയർ, ഇതൊക്കെ ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങിയത് ആഫ്റ്റർ 2010 ശേഷമാണ് നമ്മൾ കൂടുതലും എന്ത് ചെയ്ത് മീഡിയയിലൂടെ നമ്മളിതിനെ മനസ്സിലാക്കാൻ തുടങ്ങിയത്. പിന്നീട് അത് ഫിലിംസിലും ടി വി സീരീസിലും ഒക്കെ ഇത് അഡാപ്റ്റ് ചെയ്ത് എഴുതാൻ തുടങ്ങി. ക്ലൈമറ്റ് ബേസ്ഡ് നെറേറ്റീവ്സ് ഒക്കെ വരാൻ തുടങ്ങി. ഇപ്പോൾ അതൊരു അക്കാഡമിക് അല്ലെങ്കിൽ ഒരു ലിറ്റററി കാറ്റഗറി ആയിട്ട് അങ്ങനെയാണ് ക്ലൈമറ്റ് ഫിക്ഷൻ മാറിയത്. ഇനി അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ക്ലൈമറ്റ് ഫിക്ഷൻ എന്ന് പറയുന്നത് എന്തിനെ ഫോക്കസ് ചെയ്തിരിക്കും? ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസിനെ കുറിച്ച് പറയുന്നു. നിയർ ഫ്യൂച്ചറിൽ സംഭവിച്ചേക്കാവുന്ന കാര്യങ്ങളെ ഒരു നെഗറ്റീവായിട്ടുള്ള രീതിയിൽ പ്രഡിക്റ്റ് ചെയ്തിട്ടാണ് ഇതിനകത്ത് പറഞ്ഞു പോയേക്കുന്നത്. അതുപോലെ തന്നെ എക്സ്ട്രീം ആയിട്ടുള്ള വെതർ ഇവൻസിനെ കുറിച്ച് ഇത് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ഫ്ലഡ്, ഡ്രൗട്ട്, സ്റ്റോമിനെ കുറിച്ച് പറയുന്നുണ്ട്. സീ ലെവൽ റൈസ് ചെയ്യുന്നതിനെക്കുറിച്ച്, ഐസ് ക്യാപ്പുകൾ മെൽറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച്, പിന്നെന്താണ് ഈ എങ്ങനെ നമുക്ക് സർവൈവ് ചെയ്യാം, അഡാപ്റ്റ് ചെയ്യാം ഇങ്ങനെയുള്ള സിറ്റുവേഷനെ കുറിച്ച്, നമ്മുടെ നാച്ചുറൽ റിസോഴ്സസ് ആയിട്ടുള്ള വാട്ടർ അല്ലെങ്കിൽ എയർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെ എന്തൊക്കെ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട്, ഹ്യൂമൻ ബീയിങ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്, എങ്ങനെ ഹ്യൂമൻ ബീയിങ്സ് അക്കൗണ്ടബിൾ ആകണം, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്നൊക്കെയുള്ളതാണ് എക്സാമിൻ ചെയ്യുന്നത്. അപ്പം അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു വാർണിംഗ് ടോണ് പോലെയാണ് ക്ലൈമറ്റ് ഫിക്ഷനകത്ത് പറഞ്ഞു പോയേക്കുന്നത്. മേജർ തീംസ് എന്താണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ച്, ടെമ്പറേച്ചർ എങ്ങനെ റൈസ് ചെയ്യുന്നു, എക്കോളജിക്കൽ കൊളാപ്സ്, ഹ്യൂമൻ ബീയിങ്സും നേച്ചറും തമ്മിലുള്ള ആ ഒരു കോൺഫ്ലിക്റ്റ്, പിന്നെന്താണ് പൊളിറ്റിക്കൽ ഇനാക്ഷൻ, കറപ്ഷനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള ഒരു ഫ്യൂച്ചർ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ അവിടെ സർവൈവ് ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച്, അർബൻ ആൻഡ് റൂറൽ എൻവയോൺമെൻറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്, ടെക്നോളജിയെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഹ്യൂമൻ ബീയിങ്സും നേച്ചറും തമ്മിലുള്ളൊരു ഇൻ്റർ കണക്റ്റഡ്നെസ്സിനെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ മേജർ തീംസ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള വർക്കുകളിൽ വരുന്ന മേജറായിട്ട് വരുന്ന നമുക്ക് വരുന്ന സബ്ജക്റ്റ് മാറ്റേഴ്സ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അപ്പോൾ മൊഡ്യൂൾ 1 തിയറി പോർഷനിൽ നിങ്ങൾക്ക് ഈ ഒരു 3 ടോപ്പിക്കാണ് പഠിക്കാനുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് അല്ലാതെയുള്ള വർക്ക്സ് ആണ് വരുന്നത്.